You were the one that I found. Solla vanda solliteppo. Why didn't you tell me enough? Solla vanda solliteppo. I ponder in closure. Remember the world that is out there for me to find. Let me go passing by. Let me go, come back in time. Let me be who I am. Oh, through this time. Let me go passing by. Let me go, come back in time. Walk in the dark, barefoot in the night. പക്ഷിയാഗ്രഹങ്ങളെ കിടക്കുന്നു സസ്യങ്ങളിലേക്ക് നടത്തുന്നതിന്റെ പ്രാണയം നൽകുന്നു അഭിഷേകം ചെയ്യും ആലയത്തിൽ ദീർഘകാലം ദൈവത്തിന്റെ സ്നേഹം ഏകജാതനായ പുത്രനിലേക്ക് പോയി ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ റൂഹായുടെ സമ്മതവും ആവാസവും ഇന്ന് വിവാഹം നടക്കുന്ന ഈ മകന്റെ മേലും അവൻ്റെ പത്നിയായി വരുന്ന മകളുടെ മേലും ഈ കുടുംബത്തിന് മേലും ഞങ്ങളുടെ ബന്ധുമിത്രാദികളുടെ മേലും എല്ലാവരുടെയും മേലും എല്ലായ്പ്പോഴും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. Walking down the way that I found. In ulagam nan sutta vendum. Faces with smiles all around. In the vahanam nan pakka vendum. I'll run free into the sea. World and me don't even know what I will find. Let me go passing by. Let me go, come back in time. Let me be who I am. Oh, through this time. Let me go passing by. Let me go, come back in time. Walk in the dark, barefoot in the night.
ശുഭഹോ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ 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 പരിശുദ്ധൻ. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളോട് കരുണ ചെയ്യുന്ന രാജാവേ നിനക്ക് സ്തുതി. ബാരക്കുമോ കർത്താവേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെ നീ മുഖാന്തരവും ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ മായിക്കപ്പെടുകയും നിന്റെ ദയയാൽ ഞങ്ങളുടെ സുഹൃത്തുക്കൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധത്തിൻ പ്രകാരം എന്റെ പാപങ്ങളെ മായ്ച്ചു കളയണമേ. എന്റെ പാവം നിന്നോട് പാകണമേ. എന്നാൽ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ ഇപ്പോഴെ നേരെ വിരിക്കുന്നു. നിനക്ക് വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ മുമ്പിൽ തിന്മകളെ ഞാൻ ചെയ്തു. അത് നിന്റെ വചനത്തിൽ നീ നീതിരിക്കപ്പെടുകയും നിന്റെ ന്യായവിധികളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്നാൽ ന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു. പാപങ്ങളിൽ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. വാസികളെ സന്തോഷിപ്പിച്ചോ ഭക്തർ കരുണാതെ സന്തോഷം രക്ഷകനെ വൈദികത്തിരുനാമത്തിൽ നൽകിയിടും മോദിരഭൂഷണമേ സദയം മോദിരമരുളി തിരുസഭയെ പരിപാവനത്തനുരുതിരങ്ങൾ കൈക്കൊണ്ടാളവനും മോദിരമതില കൊലയുന്നു രക്ഷിതയാൽ അതുപോൽ പാപവിമോചനമേ ഞങ്ങൾ വേദത്തെ പാർക്കുമോ. ശുഭഹോല ബോല ബറോബൽ റൂഹോ കാരീച്ചോ എന്നോലം വാരാമൈലോലം വൽവിലാമി മാനവവാനവർ വന്ദിച്ച് വാഴ്ത്തി പാടുന്ന തത്വരഹസ്യം സന്തോഷം പരിശുദ്ധാത്മാവാം ദൈവമേ, ആകാശത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും സംയോജിപ്പിച്ചതായ നിന്റെ സമാധാനം ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരങ്ങളെ സംയോജിപ്പിക്കുകയും തന്മൂലം ആയുഷ്കാലം മുഴുവനും പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കവണ്ണമുള്ള ഐകമത്യം ഇവരിൽ ഉണ്ടാവുകയും ചെയ്യണമേ. ജ്ഞാനരചനയും
കൃപ നിന്ന ധരത്തിൽ ഹല്ലേലൂയ എന്നേക്കും നിന്നെ ദൈവം വാഴ്ത്തി പാർക്കുമോ. മിൻപോലും വാദമൽപോലും മീനാമീ ഉപമക്കളായി ശ്രീമുഖനാദീവം ചാരുമുഖി പാരം നീ ശ്രാധിക്കും നിൻ പ്രിയനീവൻ നാഥം പതിനായിരം അതിലുത്തമരാ ായി ശുഭ്രൻ യാക്കോബില്ലതയെ പാർക്കിലവൻ ദൈവസമൻ നിസ്രുതനാണിവനെ വിജാതീയ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുത്ത് എല്ലാവിധ കളങ്കങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്റെ വിജയ രക്തത്താൽ അവളെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹം നിശ്ചയം ചെയ്ത് താൻ തന്നെ വൽകാപരനായി തീരുകയും അശ്രപിശാചികളുടെ ദാസ്യത്തിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവ്വവിധ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയമണവാളന് സ്തുതി. തൻ്റെ സഭയുടെ വിവാഹ വിരുന്നിലേക്ക് എല്ലാ വിജാതികളെയും സുജാതികളെയും ദീർഘദർശിമാരെയും സ്ലിഖ്യന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തൻ്റെ ദാസരുടെ മുദ്രവാഴ്വിൻ്റെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മനുഷ്യരുടെ സർവവിജ്ഞാനത്തിൽ നിന്ന് ഉയർന്ന് അവയ്ക്ക് അതീതനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവികാനുഗ്രഹങ്ങളുടെ ഉറവയുമായ ദൈവം തമ്പുരാനെ, നീ അനശ്വരമായി വെടുപ്പുള്ള മൂർവനും അനാദിന്യമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. തൻ്റെ സൃഷ്ടിയെ അലങ്കരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിൻ്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നുള്ളതായ അതിൻ്റെ വിശ്വാസത്തെ മഹാമനസ്കൃതിയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോടെ അതിനെ നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവ് വരാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി. മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അതിനെ വിവാഹം നിശ്ചയം നടത്തി. അതിനെ നിനക്ക് വധുവാക്കി തീർക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോടെ ചവിട്ടുകയും ചെയ്തു. ജയകരമായ നിന്റെ ശരീര രക്തങ്ങൾ അതിന് മോതിരമായിട്ട് വെടിപ്പോടെ നീ നൽകി. അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയേറിയ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി നീ അതിനെ നൽകിയ നൽവരത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ലീഹന്മാർ മൂലം ക്രമമായി അതിന് നീ പൂർണ്ണത നൽകുകയും ചെയ്തു. ഭാര്യ ഭർത്താക്കന്മാരുടെ സന്തോഷമോതിരങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദം മോതിരങ്ങളിൽ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവനെയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസരായി ഞങ്ങൾ ആശീർവദിക്കുന്ന ഈ മോതിരങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോതിരങ്ങളെ നീ അനുഗ്രഹിക്കും. ശാപമായിരുന്നത് ഇതിനാൽ വിഷ്ണുമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവിക അനുഗ്രഹങ്ങളാൽ ഈ മോതിരങ്ങളെയും അനുഗ്രഹിക്കണമേ.
ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായ മണവാട്ടിയും ജ്ഞാനസമ്പൂർണരും നിറവുള്ളവരുമായി തീരുവാനിടയാകണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും മ്ലേച്ഛതകളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോട് നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, ഖത്തിലും പരത്തിലും അഭംഗമായി ഇവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. അനിശ്ചിതമായ മണവറയിൽ ഇവരുടെ ആയുഷ്കാലം മുഴുവനും വിവിധ തരത്തിൽ ഇവരെ അലങ്കരിക്കുകയും ഈറന്മാരും അലാഖന്മാരും ഇടപെടാതെ സന്തോഷിച്ചു കൊണ്ടിരിക്കുന്ന കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. പതിവ്രതയാ പരിപാവന സഭയെ വാനോം കാന്തൻ വേട്ടൊരു നേരം ശീമോൻ യോഹന്നാൻ എന്നിവരെ ആഹ്വാനം ചെയ്തേവം മടിമോതിരം ഇവയാൽ ആമാർ വിജയം സമ്പാദിച്ചു. പ്രണവും കല്ലും കവിണയുമായി വന്നാൽ കൊല്ലും പാവന സഭയാ വ്രതനിഷ്ഠയും വെളുപ്പമുള്ള ആത്മാക്കളെ തനിക്കായി വിവാഹ നിശ്ചയം ചെയ്യുന്ന സാക്ഷാൽ സദ്ഗുണവാളനായുള്ളവേ, തിരുമുൻപാകം നിൽക്കുന്ന ബലഹീനരായ ഞങ്ങളുടെ മാധ്യസ്ഥം മൂലം പരസ്പരം വിവാഹ നിശ്ചയം ചെയ്യപ്പെടുകയും തങ്ങളുടെ മണവാളത്വത്തിന്റെ മധ്യസ്ഥനായി എന്നെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസരിൽ നിന്ന് സുഹൃത നടപടികളാവുന്ന മധുരപരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമല്ലാത്ത ഐക്യവും ഇവരിൽ ഉണ്ടാകുമാറാകണമേ. ആത്മാവിലും ശരീരത്തിലും പരസ്പരം നിർമ്മലത സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിൻ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ആരാധനയും സമർപ്പിക്കുമാറാകണമേ. തന്റെ കരുണയാലും ബഹുലമായ കൃപയാലും ഈ മോതിരങ്ങളെ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. പരിശുദ്ധ സഭാ സന്താനങ്ങൾ സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ ശംസിയുടെ വലത് കൈ കരുണയോടെ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരത്തോടു കൂടെ അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദമായ ഈ വലങ്കൈ ആയുഷ്കാലം മുഴുവൻ നിന്നോടുകൂടെ ഉണ്ടായിരുന്നു നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ ശംസിയുടെ അനുഗ്രഹപൂർണമായ വലത് കൈ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ലിഹന്മാരിൽ നിന്നതുപോലെ ആചാര്യന്മാർ കൈകളിൽ നിന്ന് നിന്റെ വിവാഹ നിശ്ചയത്തിനുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നീ സ്തുതി കരയുകയും ചെയ്യുമാറാകട്ടെ.
ഇവരെ നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയവുമായ മനോഹരഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ളതായ അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ളതായ സ്വഭാവ വളർച്ചയ്ക്കും പോകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. ക്ഷേമമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശുശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ വിഭാഗതയാൽ ഇവരുടെ മനസാക്ഷിയെ നയിക്കുവാൻ സംഗതിയാക്കട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന സൂയാലുക്കളായ ദുഷ്ടമനുഷ്യരുടെ കൈകളിൽ നിന്നും ദൈവം ഇവരെ സംരക്ഷിച്ചു കൊള്ളട്ടെ. അവനുമായി വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്നും ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. തന്റെ സന്നിധിയിൽ നിന്നുള്ള കാര്യങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ഇവരുടെ ഈ അന്യോന്യ ബന്ധവും ചേർച്ചയും തൻ്റെ പ്രീതിക്കും ദൈവത്തിൻ്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാകട്ടെ. യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ വളർച്ചയ്ക്കും, അതായത് നിങ്ങൾ സ്വഭാവം ഇനി വളരേണ്ടതുണ്ട്. എങ്ങനെയാണ്? സാധാരണ പറയാറുണ്ട്, ഒരാൾക്ക് ചായ ഇഷ്ടം, മറ്റേയാൾക്ക് കാപ്പി ഇഷ്ടം എന്ന് പറഞ്ഞാൽ ചാപ്പി ഉണ്ടാക്കുമോ? ഇല്ല. ഒരാൾക്ക് വേണ്ടി മറ്റേ ആൾ സഫർ ചെയ്യണം, അല്ലെങ്കിൽ രണ്ടും ഉണ്ടാക്കാതിരിക്കുമോ? അതുമില്ല. ഒരാളുടെ ഇഷ്ടത്തിൽ ഒരാൾക്ക് ഫാൻ ഇടാൻ ഇഷ്ടം, ഒരാൾക്ക് ഫാൻ ഇടാൻ ഇഷ്ടമല്ല. എന്താ സംഭവിക്കാൻ പോവുക? അവിടേക്കാണ് സ്വഭാവ വളർച്ച. യോഗ്യമായ വിധത്തിലുള്ള എൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടി എൻ്റെ സ്വഭാവം വളരണം. അതിൻ്റെ താഴെയായിട്ട് പറയുകയാണ്, സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുക. അതായത് ഇഷ്ടത്തെ നീക്കിക്കളഞ്ഞിട്ട് അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. ആ സ്നേഹാഗ്നിയിലേക്ക് വളരുമ്പോൾ സ്നേഹമെല്ലാം ക്ഷമിക്കുന്നു, എല്ലാം സഹിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കപടത പ്രവർത്തിക്കുന്നില്ല. അതാ സ്നേഹത്തിൻ്റെ സവിശേഷത. ആ സ്നേഹത്തിലേക്ക് വളരുവാൻ അത് നമ്മൾ ആരും വളർന്നിട്ടില്ല. അതൊരു വളർച്ചയാണ്. അഗാപ്പ എന്ന് പറഞ്ഞ അത്യുന്നതമായ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കുള്ള വളർച്ച ദിനം പ്രതി. ഒരു സിനിമയിൽ ഒരു ഡയലോഗ് കേട്ടിട്ടുണ്ട്, കാപ്പി ഉണ്ടാക്കും, ആദ്യം ഉണ്ടാക്കുമ്പോൾ കുറച്ച് മധുരം കൂടും, കുറച്ച് മധുരം ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഇച്ചിരി അടുപ്പം കൂടും. അങ്ങനെ എല്ലാം കൂടെ കുറേ ഇട്ട് കലക്കി കുറേ കഴിയുമ്പം എല്ലാം പാകത്തിനാവുന്ന ഒരു അനുഭവമുണ്ട്. മധുരം കൂടി കഴിയുമ്പോൾ നിൻ്റെ കാപ്പി കൊള്ളൂലെന്ന് പറയില്ല, അതും കുടിക്കണം. അതിന് അവസാനം എല്ലാം പരുവത്തിനാവുന്ന അനുഭവമുണ്ട്. അതാണ് ദൈവിക സ്നേഹത്തിൻ്റെ തലത്തിലേക്ക് വളരുക എന്ന് പറഞ്ഞത്. അത് ഒരു നെവർ എൻഡിങ് പ്രോസസ്സാണ്. വളർന്നുകൊണ്ടിരിക്കുന്ന സ്നേഹം അതിലേക്ക് വളരുവാൻ ഇടയാകട്ടെ. വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ഇവർക്ക് അനുഗ്രഹീത സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാവുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. ഇപ്പം നിങ്ങളുടെ സമ്പാദ്യം എന്തായിരിക്കണം? സൽപ്രവർത്തികളാവുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, അതാണ് ഇമ്പോർട്ടൻ്റ്. അതിൽ തന്നെ സദാ സ്ഥിതി ചെയ്യുവാനും ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. അപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ നൽകേണ്ട അവകാശം എന്താണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്.
സൽപ്രവർത്തികളാവുന്ന സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണമേ. അതിൽ അതാ നിന്നിലുള്ള സത്യവിശ്വാസം. അപ്പോൾ സൽപ്രവർത്തികൾ അതെന്തുവാണ്? മാനുഷിക ബന്ധത്തിൽ നമുക്ക് ലഭിക്കേണ്ടതാണ്. സൽപ്രവർത്തികളാവുന്ന സമ്പാദ്യം, ദൈവിക ബന്ധം, നിന്നിലുള്ള സത്യവിശ്വാസത്തിൽ ഇവരെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. വീണ്ടും ഓർമ്മ, അതിൽ തന്നെ സദാ ചെയ്യുവാനും ഇവരുടെ മക്കൾക്ക് അവകാശമായി. നിങ്ങൾ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കേണ്ടെന്നല്ല, പക്ഷേ അതിനോടൊപ്പം തന്നെ മക്കൾക്ക് കൊടുക്കേണ്ട 2 കാര്യങ്ങൾ ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സൽപ്രവർത്തികളാവുന്ന സമ്പാദ്യം, നിന്നിലുള്ള സത്യവിശ്വാസം, ദൈവത്തിലുള്ള സത്യവിശ്വാസത്തിൽ സ്ഥിരപ്പെടുന്ന വിശ്വാസത്തിൽ നടത്തിക്കൊള്ളണമേ എന്നുള്ള പ്രാർത്ഥന. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുന്നത്. വീണ്ടും പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഭാര്യമാരെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, ഇല്ലേ? പള്ളി വെച്ചാൽ പറയണേ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. അപ്പം അതും പറഞ്ഞ് ശോഭം ചെയ്യണ്ട. അതിൻ്റെ അപ്പുറം എന്നാ പറയണേന്നറിയാമോ? മശിക സഭയെ സ്നേഹിച്ചതുപോലെ. എങ്ങനെയാ മശിക സഭയെ സ്നേഹിച്ചതുപോലെ? ജീവൻ വെച്ചു കൊടുത്താ. ഇവിടെയുള്ള പാട്ടുകളൊക്കെ പാടുന്നത് സഭയും മശികായുമായുള്ള ബന്ധത്തിലാണ്. അത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്. വിരലിൽ മെയ് രക്തങ്ങൾ മോതിരമായി എൻപേർക്ക് എനിക്ക് തന്ന മോതിരം അവൻ്റെ ജീവനാ, അവൻ്റെ മെയ് രക്തങ്ങളാണ്. ആ ഒരു ബന്ധമാണ് സഭയും മശികായും. ആ ബന്ധത്തിലേക്ക് നിങ്ങൾ വരണമെന്നുള്ള ഓർമ്മപ്പെടുത്തല. അതിനുവേണ്ടി ഈ പാട്ടുകൾ, സഭയും മശികായുമായിട്ടുള്ള ബന്ധം. ഈ പാട്ട് പതിവൃതയാം സഭയുടെ കുറിച്ചാണ്. സുന്ദരികളിലെ സുന്ദരി, ഇതൊക്കെ സഭയാട്ടോ, മണവാട്ടിയല്ല. സുന്ദരികളെ സുന്ദരി സഭയാ. ഇത് സഭയും മശികായുമായിട്ടുള്ള ബന്ധമാണ് കാണിക്കുന്നത്. അത് ആ രീതിയിലേക്ക് നിങ്ങളും വരുവാൻ വേണ്ടിയാണ്. നിങ്ങൾ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ പരസ്പരം കീഴ്പ്പെടണം, കീഴടക്കുവാനല്ല. പരസ്പരം കീഴടക്കുവാനല്ല. അത് സംഭവിക്കുമ്പോൾ, അതിനുള്ള ശ്രമം നടക്കുമ്പോഴാണ് പരാജയപ്പെട്ടു പോകുന്നത്. പരസ്പരം കീഴടങ്ങണം, കീഴടങ്ങാൻ മത്സരിക്കണം. കുറച്ച് തോറ്റുകൊടുക്കും. തോൽക്കുന്തോറും എല്ലായിടത്തും പരാജയമാണ്. പക്ഷേ ദാമ്പത്യ ബന്ധത്തിൽ, വിവാഹ ബന്ധത്തിൽ തോൽവി വിജയമാണ്. തോൽക്കുന്തോറും വിജയിക്കുന്ന, തോൽക്കുന്തോറും മധുരമാവുന്ന ബന്ധമാണ് ദാമ്പത്യ ബന്ധം. ആ ഒരു തലത്തിലേക്ക് വളരുവാൻ ദൈവം തമ്പുരാൻ നിങ്ങൾക്കിടയാ. ഒരു ദിവസവും ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ പ്രാക്ടീസ്, നമുക്കെല്ലാവർക്കും ബാധകമാണ്. ഒരു ദിവസവും പിണക്കത്തോടെ അവസാനിക്കരുത്. അതിന് തോറ്റു കൊടുക്കണം. കാരണം തോൽക്കുന്നതോറും മനോഹരമാവും. ഒരു ദിവസവും പിണക്കത്തോടെ ആരംഭിക്കരുത്. എന്ത് പ്രശ്നം, കോപമുണ്ടായാലും സൂര്യൻ അസ്തമിക്കുവോളാം. അതാ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കും. അതിനപ്പുറത്തേക്ക് പോകരുത്. ഒരു ദിവസവും പിണക്കത്തോടെ അവസാനിക്കരുത്. ഒരു ദിവസവും പിണക്കത്തോടെ ജീവിതത്തിൻ്റെ ഒരു വ്രതമായിരിക്കുക. എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. എല്ലാവിധമായ ആശംസകളും ആദ്യമേ ഞാൻ ഓർമ്മിപ്പിച്ചു. ദൈവം മുപ്പിരിച്ചറിനെ ബലപ്പെടുത്തുന്ന ദൈവവുമായുള്ള ബന്ധം മൂന്നാമനായിട്ട് നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൽ, നിങ്ങളുടെ വിവാഹ ബന്ധത്തിൽ ദൈവം ഉണ്ടായിരിക്കണം. രണ്ടാമത് ആത്മാർത്ഥമായ സ്നേഹം. ഇഷ്ടമല്ല, സ്നേഹം. ഇഷ്ടത്തിൻ്റെ തലത്തിൽ നിന്ന്, ഇഷ്ടത്തിൽ ആരംഭിച്ച് അത് സ്നേഹത്തിൻ്റെ തലത്തിലേക്ക്. പണ്ട് ഇഷ്ടമായപ്പോൾ ആ പറച്ചിലഞ്ഞില്ല. സ്നേഹം ഒരു നാൾ മുതിർന്നു പോകുന്നില്ല. അതാണ് സ്നേഹം. സ്നേഹത്തിൻ്റെ തലത്തിൽ വളരുവാനിടയാക്കട്ടെ. മക്കൾക്ക് കൊടുക്കേണ്ട അവകാശം എന്താണ്? സൽപ്രവൃത്തികളെന്ന സമ്പാദ്യം, നിന്നിലുള്ള സത്യവിശ്വാസം. ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനായിട്ട്. ഇനി ഇവരോടുള്ള കാര്യം പറഞ്ഞു. ഇനി മാതാപിതാക്കളുടെ കാര്യമാണ്. ഇവരുടെ പാടായി, ഇവരുടെ കുടുംബമായി അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം കൊടുക്കണം. അത് പലർക്കും പറ്റിപ്പോകുന്ന ഒരു പ്രശ്നമാണ്. നിങ്ങൾ അച്ഛന്മാരിവിടെ ഇരിക്കുമ്പം പലരും വന്ന് ഷെയർ ചെയ്യുന്ന അനുഭവം, വീടുകളുടെ സങ്കടം വന്ന് ഷെയർ ചെയ്യും. മക്കളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കുടുംബമായിട്ട് അംഗീകരിക്കാൻ പല മാതാപിതാക്കളും പരാജയപ്പെട്ടു പോകുമ്പോഴാണ് പ്രശ്നമുണ്ട്. അവരുടെ സ്വാതന്ത്ര്യത്തിൽ അവർ തെറ്റ് പറ്റുമ്പം അതിനെ ഒപ്പിക്കൊടുക്കാൻ. മുറിവുണ്ടാകട്ടെ, മുറിവുണ്ടാകുമ്പോൾ അതിനെ വെച്ച് കെട്ടണം. മുറിവുണ്ടാകാതെ നീ അങ്ങനെ പോയ അത് പറയണ്ട. അവർക്കത് ചിന്തിക്കാനും തീരുമാനം എടുക്കുവാനുള്ള കഴിവും സ്വാതന്ത്ര്യം വെച്ച് കൊടുക്കണം. അവരുടെ മുറിവുണ്ടാകുമ്പോൾ അത് ഒപ്പിക്കൊടുക്കണം, മാറിയരുത്. ഞാൻ പറഞ്ഞ് കേൾക്കാഞ്ഞിട്ടല്ലേ പോയത് നമ്മൾ കൊച്ചു പിള്ളേരോട് പറയില്ല. ആ മുറിവുണ്ടാകുമ്പോൾ വെച്ച് കെട്ടണം. അതാണ് മാതാപിതാക്കളുടെ റോൾ. അതാണ്. എല്ലാ ആശംസകളും നിങ്ങൾ നേരുകയാണ്. നന്മ നിറഞ്ഞ എല്ലാ നന്മകളും, എല്ലാ അനുഗ്രഹങ്ങളും, നല്ല സന്താന സൗഭാഗ്യങ്ങളും, എല്ലാ സൗഭാഗ്യങ്ങളും ദൈവതമ്പുരാൻ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് എല്ലാ അച്ഛന്മാരെയും പേരിൽ പ്രത്യേകമായിട്ട് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കാം. ഇപ്പോൾ വിവാഹ ശുശ്രൂഷയുടെ 2ാം ഭാഗം. ഇതാണ് വിവാഹ ശുശ്രൂഷ. ഇപ്പോൾ വിവാഹ നിശ്ചയം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട വിവാഹ ശുശ്രൂഷയുടെ ഭാഗത്തിലേക്ക് പ്രവേശിക്കുക. തന്റെ ബഹുമായ കരുണ നിമിത്തം ഞങ്ങളെല്ലാവരുടെയും മേൽ ദൈവം തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളെ പ്രകൃതി സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തൻ്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ല എന്നുള്ളവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും എന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായും ഇരിക്കുന്നവനും തൻ്റെ വല്ലഭത്വത്തിൻ്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും
സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അവിടുത്തെ ദാസയുടെ കീഴങ്ങൾ ആശീർവദിക്കുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. സുന്ദരികളിലതി സുന്ദരി ജാതികളിൻ സൂനു പ്രതിശലോമും വിമല സഭേ നിന്ദിലാടി സകലവിധം സുമുഖി ശ്രീഭാഗേ വന്ദിപ്പതിന രാജാവാം ശ്രീഹ ഹാലേലൂയ കാക്കുന്നു നിന്നെ പാർക്കുമോ ദൈവത്തെ വാട്ടും നീവൽ പറവയോടൊപ്പം സഹസംഗീതത്തിൽ അവളുടെ നാമത്തിൽ സർവദാ സകലത്തിനു വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും മശീഹായുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ മശീഹാസഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശീഹാക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശീഹാ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറിയോ ചുളുവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായ തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങൾ എന്ന പോലെ ഭാര്യയെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായി നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ ലോകത്തിന് ജീവൻ രക്ഷയും ഘോഷിക്കുന്ന പരിശുദ്ധനായ മത്തായി ശ്രീക എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്ന് വന്നവനും വരുവാതിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. നമ്മുടെ രക്ഷയ്ക്കായി തന്നെ സ്തുതികളും നാം എല്ലാവരുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ശരീരം തിരിച്ചുള്ള വചനമാന്തിവും ഞങ്ങളുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശുമിശിഹായുടെ മനുഷ്യ അവതാര വ്യാപാരകാലത്ത് ഇത് ഇപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശു
യേശുദമ്പുരാൻ ഗലീലായിൽ നിന്ന് യാത്ര പുറപ്പെട്ട് യോർദാന്റെ മറുകരയിൽ യഹൂദിന്റെ അതിർത്തിയിലെത്തി. ജനസമൂഹങ്ങൾ യേശുദമ്പുരാനെ ഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. അനന്തരം പരീക്ഷാർത്ഥം പ്രീശന്മാർ അടുത്ത് ചെന്ന്, ഏതൊരു കാരണത്താലെങ്കിലും ഒരുത്തന് തന്റെ ഭാര്യയെ പിരിച്ചുവിടുവാൻ ന്യായമുണ്ടോ എന്ന് ചോദിച്ചു. യേശുദമ്പുരാൻ അവരോട് ഉത്തരം പറഞ്ഞു, ആദിയിൽ സൃഷ്ടാവ് ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചു എന്നും, ആയതുകൊണ്ട് പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കുകയും അവരിരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യുമെന്ന് അവിടുന്ന് കൽപ്പിച്ചു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ആകയാൽ അവർ രണ്ടല്ല, ഒരു ശരീരമാകുന്നു. അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അവർ യേശുദമ്പുരാനോട്, അങ്ങനെയെങ്കിൽ മോചനപത്രം കൊടുത്ത് അവളെ പിരിച്ചുവിടുവാൻ മോശ കൽപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. യേശുദമ്പുരാൻ അവരോട് പറഞ്ഞു, മോശ നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തം ഭാര്യമാരെ പിരിച്ചുവിടുവാൻ നിങ്ങളെ അനുവദിച്ചു. എന്നാൽ ആദിയിൽ അങ്ങനെ ആയിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, വ്യഭിചാരക്കുറ്റം കൊണ്ടല്ലാതെ സ്വഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരു തീയെ പരിഗ്രഹിക്കുന്നവൻ ചെയ്യുന്നത് വ്യഭിചാരമാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ പരിഹരിക്കുന്നവൻ ചെയ്യുന്നതും വ്യഭിചാരം തന്നെ. ശിഷ്യന്മാർ യേശുദമ്പുരാനോട്, ഭാര്യാഭർത്താക്കന്മാരുടെ പരസ്പര സ്ഥിതി ഈ വിധം കുറ്റകരമെങ്കിൽ വിവാഹം ചെയ്യുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞു. യേശുദമ്പുരാൻ പറഞ്ഞു, വരം ലഭിച്ചവനല്ലാതെ എല്ലാവരും ഈ വചനം ഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ജന്മനാ ഷണ്ണന്മാരായിട്ടുള്ളവരുണ്ട്, മനുഷ്യരാൽ ഷണ്ണന്മാരാക്കപ്പെടുന്നവരുമുണ്ട്. സ്വർഗരാജ്യം നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കുന്നവരും ഉണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവൻ ഗ്രഹിക്കട്ടെ എന്ന് താൻ അരുൾ ചെയ്തു. ബാരക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയുണ്ടായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധയുടെയും നാമത്തിൽ ഈ കിരീടങ്ങളും ഇവ വഹിക്കപ്പെടുന്ന ശിരസുകളും എന്നേക്കും ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. മണവാളനെയാചാര്യൻ അണിയിക്കും മകുടം രമ്യം. വൈദിക സമ്മാസന്മാർ കമ്പായുമ്പം നൽകാൻ മുടിയാൽ മണവാളനും മണവറയാൽ മണവാട്ടിക്കും. ആനെന്നുടയോൻ കയ്യാ മകുടം കോശമിറങ്ങുന്നു. മണവാളനെയാചാര്യേ അണിയിക്കും മകുടം രമ്യം. മഹിതാചാര്യന്മാരാ ദമ്പതികൾക്ക് മഷിഹാനൃപനാൽ രചിതം മകുടം പാരം രുചിരം. ആനിന്നുടയോൻ കയ്യാ മകുടം കോശമിറങ്ങുന്നു. മണവാളനെയാചാര്യേ അണിയിക്കും മകുടം
ശാശ്വതശാലാധീശ സത്യമണാള ശീഘ്രം സവിതമണങ്ങീരണമേ സദരം സന്തോഷിക്കാം. കർത്താവ് നിന്നെ നീതിയും കിരീടം ധരിപ്പിക്കുകയും അക്ഷയമായ അലങ്കാരങ്ങളാൽ അലങ്കരിക്കുകയും ശത്രുവിനെ സകല ശക്തിക്കുമെതിരായി അജയ്യമായ ആയുധം ധരിപ്പിക്കുകയും ചെയ്യട്ടെ. വാനിന്നുടയോ കയ്യാ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയെ ആചാര്യേ അണിയിക്കും മകുടം രമ്യം. വൈദിക കമ്പാലിംബം നൽക മുടിയാൽ മണവാളനും മണവറയാൽ മണവാട്ടിക്കും. ആനെന്നുടയോ കയ്യാ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയെ ആചാര്യേ അണിയിക്കും മകുടം രമ്യം. നിഹിതാചാരൻ വാരാ ദമ്പതികൾക്ക് മഷിഹാനൃപനായി രചിതം മകുടം പാരം രുചിരം. ആനെന്നുടയോ കയ്യാ മകുടം ഘോഷമിറങ്ങുന്നു മണവാട്ടിയെ ആചാര്യേ അണിയിക്കും മകുടം രമ്യം. മണവാളൻ തൻ മകുടം തിരുമുടിയോട് സദൃശം മണവാട്ടിയുടെ മകുടം സതിമാർമുടിയോട് സദൃശം. നീതിയും കിരീടവും അക്ഷയ ഭംഗിയുള്ള അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതികരറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവനും സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. നമ്മെ രക്ഷിച്ചിടും ശ്ലീബായി പുകഴും പരമേകേണം തേജോലോകത്തിവരുടെ കാലം ശുഭമാകേണം. സ്തുതി പാടാൻ കിന്നരമേന്തി സ്തോത്രം ചെയ്യുവാൻ എൻ കർത്താവേ ഇവരുടെ വായ്കളെ വാഴ്ത്തിയിടണം.
ചെയ്യണം. വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളും ആയിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുകയെന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് പരിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്രീബായുടെയും വെടിപ്പുള്ള ഏവൻഗേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിന്റെയും മുമ്പാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയ വിചാരങ്ങൾ അറിയുന്നവന്റെ സന്നദ്ധിയിലാകുന്നു, അറിയാത്തവന്റെ മുമ്പാകെ അല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കും. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും ശമാശമാരിലും വിശ്വാസികളായ ജനത്തിലും മണവാണലിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആസിക്കുമാറാകട്ടെ. അനുഗ്രഹീതിയായ മാതാവും ദൈവജനനിയുമായ പരിശുദ്ധ കന്യക മർത്തമറിയാമിന്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവായ യേശുമിശിഹായുടെ വലതു കൈ എന്നേക്കും നിങ്ങളിൽ ആവസിക്കുമാറാകട്ടെ. ഏദൻ തോട്ടം നട്ടോനേ, നീയാണെൻ യുവമണവാളൻ. നിൻ തോട്ടത്തിൽ നിൻ പേർക്കായി വീശിച്ചിടുക കുളിർത്തിന്നൽ. സത്യമണാളാ നീതി ഞാൻ നാഥാ, ഞാൻ നിൻ മണവാട്ടി. വന്നു കാതിൽ പറഞ്ഞു, നീ എന്നുമെന്നും എന്റേതു മാത്രം. ഉരുകുമെന്നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ? എൻ മൗനങ്ങൾ തേടും സംഗീതമേ, ഈ കണ്ണുകളിൽ നീയാണു ലോകം. ഈ കാതുകളിൽ നീയാണു രാഗം. ഉരുകുമെന്നിശ്വാസമായി ഉയിരിനെ പുൽകിടുമോ? എൻ മൗനങ്ങൾ തേടും സംഗീതമേ. പറയൂ പതിയെ മഞ്ചാടിക്കൊമ്പത്താരെ ഇണക്കിളിയേ, ഇന്നാലും ചൊല്ലി ചൊല്ലി അടുത്തതല്ലേ. ചെഞ്ചെണ്ടത്തോടിച്ചോ ചെറുവാൽ കിളിയേ, എഞ്ചെന്നു പിടച്ചോ പറയൂ പതിയെ മഞ്ചാടിക്കൊമ്പത്താരെ ഇണക്കിളിയേ, ഇന്നാലും ചൊല്ലി ചൊല്ലി അടുത്തതല്ലേ. മിഴിവാതിൽ ചാരും നാണം പതിയെ ഞാൻ തടുകവേ, ഇനി നീയുണ്ടെന്നും കൂടെ നിലവേകാൻ തിങ്കളേ. ഒരു ചെറുനോ